നമസ്കാരം. കേട്ടഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2021 കാറ്റഗറി 1 മലയാളത്തിനെ കുറിച്ചായിരിക്കും. ഒപ്പം തന്നെ നമ്മളിന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന സന്ധിയെ കുറിച്ചായിരിക്കും. നമ്മൾ കേട്ടഡ് എക്സാമിന് സാധാരണ കണ്ടുവരുന്ന സന്ധികൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ആദ്യത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ലോഭസന്ധി. നമുക്ക് ആദ്യം എന്താണ് ലോഭസന്ധി എന്നും അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. സന്ധിക്കുന്ന വർണ്ണങ്ങളിലൊന്ന് ലോപിക്കുന്നതാണ് ലോഭസന്ധി. ഉദാഹരണത്തിന് കൊടുത്തു പ്ലസ് ഇല്ല, കൊടുത്തില്ല. അടുത്ത ഉദാഹരണം വരിക പ്ലസ് എടോ, വരികെടോ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, രണ്ട് വാക്കുകൾ ചേരുമ്പോൾ വർണ്ണങ്ങളിൽ ഒന്ന് ലോപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഇതിലോട്ട് കിടക്കാം. മലയാളത്തിൽ പൂർവപദാന്ത്യത്തിലെ സംവൃതോകാരം മറ്റൊരു സ്വരത്തിന് മുൻപ് സാർവത്രികമായിട്ട് ലോപിക്കുന്നു. അതായത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ തണുപ്പ് പ്ലസ് ഉണ്ട് എന്നുള്ളതെന്ന് പറയുന്നത് തണുപ്പുണ്ട് എന്നാണ് എഴുതുന്നത്. അതേപോലെ തന്നെ കാറ്റ് പ്ലസ് അടിക്കുന്നു, കാറ്റടിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അതിന് ഉദാഹരണമായിട്ടുള്ളത്. നമുക്ക് അടുത്ത സന്ധിയിലോട്ട് കിടക്കാം. നമ്മുടെ ചോദ്യപേപ്പറിൻ്റെ ഈ പോർഷൻ്റെ അവസാനമായിട്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ധാരണ ലഭിക്കും എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നുള്ളത്. ആഗമസന്ധി. അതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് നൽകുക. സന്ധിക്കുന്ന വർണ്ണങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വർണ്ണം ആഗമിക്കുന്നതാണ് ആഗമസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ മൂന്നാമതൊരു വർണ്ണം ആഗമിക്കുന്നതാണ് ആഗമസന്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് തിരു പ്ലസ് അനന്തപുരം, തിരുവനന്തപുരം. പന പ്ലസ് ഓല, പനയോല. അതേപോലെ തന്നെ മലയാളത്തിൽ ചില പദർച്ചേർച്ചയിൽ വിവൃത്തി പരിഹാരം, ഉച്ചാരണ സൗകര്യം ഇവ ഉദ്ദേശിച്ച് ഓര്, അൻ തുടങ്ങിയ ഇടനിലകൾ ചേർക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് പോയ പ്ലസ് ആന, അതിന് പോയ ഒരു ആന. വക്കീൽ പ്ലസ് മാർ, വക്കീലന്മാർ. അടുത്ത സന്ധിയിലോട്ട് കിടക്കാം. നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൻ്റെ ബേസിക് നോളജൊക്കെ അറിയാമെന്നുള്ള ധാരണയിലാണ്. ഓക്കെ. ദ്വിത്വസന്ധി. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ അവയിലൊന്ന് ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ അതിലൊന്ന് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ അല്ലെങ്കിൽ ഉദാഹരണം നിൻ പ്ലസ് എ, നിന്നെ. ഇതിൽ എന്നാണെങ്കിൽ ഇരട്ടിക്കുകയാണ് ചെയ്തത്, നിന്നെ എന്നുള്ള രീതിയിൽ ഇരട്ടിക്കുന്നു. പച്ച പ്ലസ് കല്ല്, പച്ചക്കല്ല്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഉദാഹരണങ്ങളായിട്ടുള്ളത്. നമുക്ക് അടുത്ത സന്ധിയിലോട്ട് കടക്കാം. ആദേശസന്ധി. സന്ധിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്നിന് സവർണം വഴി മറ്റൊരു വർണ്ണം പകരം വരുന്നതാണ് ആദേശസന്ധി. ഒരു വാക്യത്തിന് പകരം വേറൊരു വാക്ക് വരുന്നതാണ് ആദേശസന്ധി എന്നുള്ളത്. ഉദാഹരണത്തിന് അവൻ പ്ലസ് ഓടി എന്നുള്ളത് അവൻ ഓടി എന്നായി മാറുന്നു. അതേപോലെ വിൺ പ്ലസ് തലം, അതിന് വിണ്ടലം എന്നായി മാറും. ഓക്കെ. നെൽ പ്ലസ് മണി, നെന്മണി. അത് പിരിച്ചെഴുതി സന്ധി നിർണയിക്കുക വഴിയാകും. ഓപ്ഷൻ എ ആഗമസന്ധി, ഓപ്ഷൻ ബി ലോഭസന്ധി, ഓപ്ഷൻ സി ആദേശസന്ധി, ഓപ്ഷൻ ഡി ദ്വിത്വസന്ധി. വഴിയാകും എന്നുള്ളത് പിരിച്ചെഴുതി സന്ധി നിർണയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്, ആഗമസന്ധി എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാൻ മുന്നോടിയായിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കേട്ടഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൽ 3 വീഡിയോസാണ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത്. രാവിലെ 8:15 കാറ്റഗറി 1, ഉച്ചയ്ക്ക് 1:15 കാറ്റഗറി 2, വൈകുന്നേരം 5:15
കാറ്റഗറി 1 വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കേട്ടറ്റ് എക്സാമിന് വളരെയധികം ഫലപ്രദമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. അതിന് മുന്നോട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്തരം വീഡിയോകളിൽ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകൾ എടുത്തിട്ടുള്ള കൂടുതൽ വീഡിയോ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കുക. മടിശീല. ഓപ്ഷൻ എ ആഗമസന്ധി, ഓപ്ഷൻ ബി ലോപസന്ധി, ഓപ്ഷൻ സി ആദേശസന്ധി, ഓപ്ഷൻ ഡി ദ്വിത്വസന്ധി. മടിശീലനെ പിരിച്ചെഴുതി സന്ധി നിർണ്ണയിച്ച് നമുക്ക് ദ്വിത്വസന്ധിയാണ് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, വിണ്ടലം എന്ന വാക്ക് പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കുക. ഓപ്ഷൻ എ ആഗമസന്ധി, ഓപ്ഷൻ ബി ലോപസന്ധി, ഓപ്ഷൻ സി ആദേശസന്ധി, ഓപ്ഷൻ ഡി ദ്വിത്വസന്ധി. നമ്മൾ നേരത്തെ കണ്ടിരുന്നു വിണ്ടലം എന്നുള്ള പാഠം, വിൺ പ്ലസ് സ്ഥലം, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടത്തിയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ വിണ്ടലം എന്നുള്ളത്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആദേശസന്ധി എന്നുള്ളത്. അടുത്ത ചോദ്യം, പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കുക. തലയോട്. ഓപ്ഷൻ എ ആഗമസന്ധി, ഓപ്ഷൻ ബി ലോപസന്ധി, ഓപ്ഷൻ സി ആദേശസന്ധി, ഓപ്ഷൻ ഡി ദ്വിത്വസന്ധി. തലയോട് എന്ന പദം പിരിച്ചെഴുതി സന്ധി നിർണ്ണയിച്ച് നമുക്ക് ആഗമസന്ധിയാണ് ലഭിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മളുടെ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ മലയാളത്തിന് അല്ലെങ്കിൽ ഇംഗ്ലീഷിന് അല്ലെങ്കിൽ മാത്സിൻ്റെ ഒക്കെ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് പ്രത്യേകമായി ഡൗട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമ്മൾ അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. ഓക്കെ. കൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് നൽകുക. നമ്മളുടെ ചാനൽ വളരെയധികം സപ്പോർട്ട് ആവശ്യമുള്ളൊരു സമയത്തോടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്കിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. താങ്ക് യു.